ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് മഞ്ഞിൽ അവതരിച്ച മിശിഹാനാഥൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നതിനായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മംഗളവാർത്ത കാലത്ത് ചില സന്ദർശനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ സഖറിയായെ സന്ദർശിക്കുന്നു. മംഗളവാർത്തയുമായി പരിശുദ്ധ കന്യകാമറിയത്തെ സന്ദർശിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം ഏലീശോ പുണ്യവതിയെ സന്ദർശിക്കുന്നു. ഉണ്ണീശോയെ സന്ദർശിക്കുന്ന ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരും. ഈ പൂജരാജാക്കന്മാരുടെ സന്ദർശനത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പുൽക്കൂട്ടിൽ ജനിച്ച ശിശുവിന് ഒരു രാജാവിൻ്റെ കിരീടവും ചെങ്കോലുമൊക്കെ ഉണ്ടോ? ഒരു കൊട്ടാരത്തിലാണോ അവൻ ജനിച്ചത് എന്നൊന്നും നോക്കാതെ തങ്ങൾ കൊണ്ടുവന്ന കാഴ്ച സമർപ്പണം ദിവ്യ ശിശുവിന് മുമ്പിൽ സമർപ്പിച്ച് ആരാധിക്കുന്ന ജ്ഞാനികൾ. രാജാതിരാജനായ ഈശോയെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന പൊന്നും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള അമ്മനുവേലായി നിത്യപുരോഹിതനായി ഈശോയെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന കുന്തുരുക്കവും, പാപത്തിന് മരിച്ച് മിശിഹായിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന മീറയുമൊക്കെ പൂജരാജാക്കന്മാർ സമർപ്പിച്ചു. നമുക്ക് എന്താണ് നമ്മുടെ ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കുവാനായിട്ടുള്ളത് എന്ന് ചിന്തിച്ചു നോക്കാം. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ ആ സദ്വാർത്ത സ്വീകരിക്കുന്ന മനുഷ്യകുലത്തിൻ്റെ ആദ്യ ഫലമായിട്ടാണ് ജ്ഞാനികളെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 528 ഖണ്ഡിക അവതരിപ്പിക്കുന്നത്. അസാധാരണമായ ഒരു നക്ഷത്രത്തിൻ്റെ അടയാളമിട്ടായിരുന്നു ദിവ്യരക്ഷകൻ്റെ ജനനം ഈ വിശ്വപ്രകൃതി ആഘോഷിച്ചത്. പ്രകാശമാകുന്ന മിശിഹായിലേക്ക് ഒരു നക്ഷത്രമാണ് ജ്ഞാനികളെ എത്തിക്കുന്നത്. നമുക്കും മിശിഹായുടെ സവിധത്തിലേക്ക് അനേകരെ എത്തിക്കുന്ന പ്രകാശ താരകങ്ങളായി മാറാനുള്ള ഒരു വിളിയുണ്ട്. ചെറിയ അതിരുകളുടെ പറയ്ക്കു കീഴിൽ ആ പ്രകാശത്തെ നമ്മൾ ഒളിപ്പിക്കുക എന്ന അപരാധം ചെയ്യാതിരിക്കാനാകണം ലോകത്തിൻ്റെ പ്രകാശമെന്ന് ഈശോ മിശിഹായെ യോഹന്നാൻ ശ്ലീഹ വിശേഷിപ്പിച്ചത് എന്ന് ഒരു പുരോഹിതൻ്റെ ധ്യാന ചിന്തകളിൽ വായിച്ചിട്ടുണ്ട്. ഹെൻറി വാൻ ഡൈക്കിൻ്റെ ദ സ്റ്റോറി ഓഫ് ദി അതർ വൈസ് മാൻ എന്നൊരു നോവലുണ്ട്. അതിലെ 4ാമത്തെ ജ്ഞാനിയായ അർത്ഥബൻ എന്ന ആളുടെ കഥ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. പേർഷ്യയിലെ മേധിരിൽ ഒരു പുരോഹിതനായിരുന്നു അർത്ഥബൻ. ദിവ്യരക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള അടയാളങ്ങൾ ആകാശത്ത് കാണുകയും ആ രക്ഷകനെ കണ്ട് കാഴ്ചകൾ സമർപ്പിക്കുവാനായിട്ട് അർത്ഥബൻ തൻ്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് 3 വിലയേറിയ രത്നങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്. വഴിയിൽ വെച്ച് അർത്ഥപ്രാണനായ ഒരു രോഗിയെ സഹായിക്കുന്നതിനാൽ മറ്റ് 3 ജ്ഞാനികളോടൊപ്പം അർത്ഥബന് എത്താൻ സാധിക്കുന്നില്ല. രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായിട്ടും ദരിദ്രരെ സഹായിക്കുന്നതിനായിട്ടും അടിമകളെ വിമോചിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് അർത്ഥബൻ ആ രത്നങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ 33 വർഷം ചുറ്റി സഞ്ചരിച്ച് ഈജിപ്തിലും മറ്റു രാജ്യങ്ങളിലൂടെയൊക്കെ പോയി അർത്ഥബൻ ഈശോ മിശിഹായുടെ അടുത്തെത്തുമ്പോൾ രക്ഷകൻ കുരിശുമരണം പുൽകാൻ ഒരുങ്ങുന്നു. അപ്പോൾ അർത്ഥബൻ ഒരു സ്വരം ശ്രവിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നീ അത് ചെയ്തത്. അങ്ങനെ അർത്ഥബൻ്റെ കാഴ്ചകളെല്ലാം അവൻ്റെ രാജാവ് സ്വീകരിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രകാശത്തിൻ്റെ ഗോപുരമായി അർത്ഥബൻ മാറുന്നത് പോലെ നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശ ഗോപുരമാകാൻ ശ്രമിക്കാം. മംഗളവാർത്താ സമയത്ത് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തോട് പറയുന്ന അഭിവാദനം ഗ്രീക്ക് ഭാഷയിൽ കൈറേ എന്നാണ്. റിജോയ്സ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആനന്ദിക്കുക, സന്തോഷിക്കുക. സങ്കടപ്പെടാനൊക്കെ ഒരുപാട് കാരണങ്ങൾ നമുക്കുള്ളപ്പോഴും നമ്മുടെ ജീവിതത്തെ ഓർത്ത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുവാനും ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അതുതന്നെയാണ് പൗലോസ് ശ്ലീഹായുടെ ലേഖനം, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലെ 4-ാം അധ്യായം 4-ാം തിരുവചനത്തിലെ ശ്ലീഹ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ, നിങ്ങൾ ഈശോ മിശിഹായിൽ സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഈ ക്രിസ്മസ് നമുക്കൊരു സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ക്രിസ്മസ് ആയി മാറ്റാം. ഈശോ മിശിഹ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.